വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയില്ലാതെ കുട്ടികളെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. സംസ്ഥാനത്തെ പല സ്കൂളുകളിലും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടികൾ നടന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. അധ്യാപക സംഘടനകളുമായുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ചയിലാണ് ഈ നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. ഹാൻസ് ജോൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, അടുത്തിടെ SFIയുടെ സമ്മേളനത്തിലടക്കം കുട്ടികളെ പങ്കെടുപ്പിച്ചു എന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിർദ്ദേശം വളരെ പ്രസക്തമാകുന്നത്. എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും ലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അധ്യാപക സംഘടനാ നേതാക്കളുമായിട്ടുള്ള മന്ത്രിയുടെ യോഗം സെക്രട്ടേറിയറ്റ് അനക്സ് 2-ൽ വെച്ചുണ്ടായത്. മന്ത്രിയുടെ ചേംബറിലായിരുന്നു യോഗം. ഈ യോഗത്തിൽ പ്രധാനമായും സ്കൂൾ ഉച്ചഭക്ഷണം, അതിനോടൊപ്പം തന്നെ സ്കൂളിലെ സമയമാറ്റം, സൂംബ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ഒരു പരിപാടിയിലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കരുത് എന്നൊരു കർശന നിർദ്ദേശമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അധ്യാപക സംഘടനാ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടും അതിനോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലകളിലെല്ലാം തന്നെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ പൊതുപരിപാടികളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് പരിശോധിക്കുകയാണെങ്കിൽ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 8, 9, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്ന സാഹചര്യവും ഇത്തരത്തിൽ കുട്ടികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവധി നൽകിയതടക്കമുള്ള വ്യാപക ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കർശന നിർദ്ദേശവുമായി മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നത്. കുട്ടികളെ യാതൊരു വിധത്തിലുള്ള പരിപാടികളും വകുപ്പിൻ്റെ അനുമതിയില്ലാതെ പങ്കെടുപ്പിക്കരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ യോഗത്തിനിടയിൽ അധ്യാപകർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അടക്കമുള്ള ഈ സൂംബ വിഷയത്തിലടക്കമുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ മന്ത്രിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാം എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.